A safety device used to assist a dependent client from a bed to a chair is called. സേഫ്റ്റി ഡിവൈസസിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിനെ ബെഡിൽ നിന്ന് ചെയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസസ് ഏതാണ്? ഓപ്ഷൻസ് ആർ പോസി വെസ്റ്റ്, ഹാൻഡ് റോൾ, ട്രാൻസ്ഫർ, ഗേറ്റ് ബെൽറ്റ്, ഫുഡ് ബോർഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രാൻസ്ഫർ ഗേറ്റ് ബെൽറ്റ്. Question number 50. If a nurse aide needs to wear a gown to care for a client in isolation, the nurse aide must. ഒരു നേഴ്സ് ഒരു ക്ലയൻറ്റിനെ, ഐസൊലേഷനിലുള്ള ഒരു ക്ലയൻറ്റിന് നമ്മൾ ഗൗൺ വിയർ ചെയ്യാൻ സഹായിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്? വിയർ ദ സെയിം ഗൗൺ ടു കെയർ ഫോർ ഓൾ അതർ അസൈൻഡ് ക്ലയൻറ്റ്സ്, ലീവ് ദ ഗൗൺ അൺടൈഡ്, ടേക്ക് ദ ഗൗൺ ഓഫ് ബിഫോർ ലീവിംഗ് ക്ലയൻറ്റ്സ് റൂം, take the gown off in the dirty utility room. Correct answer option C ആണ്. Take the gown off before leaving the client's room. Question number 51. When making an occupied bed, the nurse aide should. ഒരു occupied bed മേക്ക് ചെയ്യുന്നതിന് nurse aide എന്താണ് ചെയ്യേണ്ടത്? Put the dirty sheets on the floor. Help the client to sit in a chair while the bed is being made. Lower both side rails before changing the sheets. Raise side rails on unattended side. അപ്പോൾ ഓൾറെഡി പേഷ്യൻ്റ് ആ ബെഡിലുണ്ട്. അപ്പോൾ ആ ബെഡ് മേക്ക് ചെയ്യാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റേസ് സൈഡ് റെയിൽസ് ഓൺ അൺഅറ്റൻഡഡ് സൈഡ്. അറ്റൻഡ് ചെയ്യാത്ത സൈഡിലെ സൈഡ് റെയിൽസ് റേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഞ്ചുറി തടയാൻ പറ്റും. Question number 52 നോക്കാം. The nurse aide is in the employee dining room. A group of nurse aides are eating lunch together and begin discussing how rude a certain client was acting. The nurse aide should. അപ്പോൾ nurse aide ഡൈനിങ് റൂമിലാണ്, ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് റൂമിലാണ്. അപ്പോൾ എല്ലാ ഗ്രൂപ്പ് ഓഫ് നഴ്സസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു നഴ്സ് അവിടെ ഡിസ്കസ് ചെയ്യുവാണ്. ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് ആ നേഴ്സിനോട് വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ജോയിൻ ഇൻ ദ കോൺവെർസേഷൻ. സജസ്റ്റ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു ഡിസ്കസ് ദ ക്ലയൻറ്റ്. ബി ക്വയറ്റ് ആൻഡ് നോട്ട് സേ എനിത്തിങ് ടു ദ അതർ നേഴ്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സജസ്റ്റ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു ഡിസ്കസ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള സ്ഥലമല്ല ഇതെന്ന് നമ്മൾ ആ നേഴ്സിനോട് നമ്മൾ പറയുക. Question number 53. The nurse aide enters a client's room and the client states that he has pain. What should the nurse aide do? നമ്മളൊരു ക്ലയൻറ്റിൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പെയിൻ ഉണ്ടെന്ന് അദ്ദേഹം പറയുവാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ഇറ്റ് ടു ദ nurse in charge. Tell the client to get out of bed for a while. Tell the client that the pain will go away soon. Ignore the client's statement. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. റിപ്പോർട്ട് ഇറ്റ് ടു ദ നഴ്സ് ഇൻചാർജ്. നഴ്സ് ഇൻചാർജിന് റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരു വാർഡിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനത്തെ ആൻസേഴ്സൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലയൻറ്റ് ഈസ് അപ്സെറ്റ് ആൻഡ് ക്രൈയിങ് ഓവർ ദ റീസെൻറ്റ് ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ്. ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് റീസെൻ്റായിട്ട് ഡെത്തായി, വളരെ വിഷമത്തിലാണ്, കരയുവാണ്. ഹൗ ഷുഡ് ദ nurse aide റെസ്പോണ്ട്? നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? ടെൽ ഹെർ നോട്ട് ടു ക്രൈ ബിക്കോസ് ഇറ്റ് വിൽ മേക്ക് ഹെർ ഫീൽ സാഡ്. ക്ലോസ് ദ ഡോർ ആൻഡ് ലീവ് ദ ക്ലയൻറ്റ് ടു ക്രൈ എലോൺ. ടേക്ക് ദ ക്ലയൻറ്റ് ടു ആൻ ആക്ടിവിറ്റി ടു ഹെൽപ്പ് ഹെർ ഫോർഗെറ്റ് ഹെർ ഹസ്ബൻഡ്. സിറ്റ് വിത്ത് ദ ക്ലയൻറ്റ് ആൻഡ് അലോ ഹെർ ടു ടോക്ക് അബൌട്ട് ഹെർ ഫീലിങ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിറ്റ് വിത്ത് ദ ക്ലയൻറ്റ് ആൻഡ് അലോ ഹെർ ടു ടോക്ക് അബൌട്ട് ഹെർ ഫീലിങ്സ്. നമ്മളൊരു ഗുഡ് ലിസണർ ആവുക. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സമയം, അല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യാനുള്ള ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെമ്പറേച്ചർ ഈസ് കൺസിഡേർഡ് മോസ്റ്റ് ആക്യുറേറ്റ്? മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് കരുതുന്ന ടെമ്പറേച്ചർ ഏതാണ്? ഓറൽ, ആക്സിലറി, ഗ്രോയിൻ, റെക്ടൽ. കറക്റ്റ് ആൻസർ റെക്ടൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 56. വാട്ട് ഈസ് എ ബിഗിനിങ് സൈൻ ഓഫ് എ പ്രഷർ സോർ?
ഒരു പ്രഷർ സോറിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഡെക്യൂബിറ്റസ് അൾസറിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സ്വെല്ലിംഗ്, നംനെസ്, ഡിസ്കളറേഷൻ, കൂൾനെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസ്കളറേഷൻ. Question number 57. While assisting a client with denture care, the nurse aide observes that the upper plate is cracked. The nurse aide should. ഒരു ക്ലയൻറ്റിനെ ഡെഞ്ചൽ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അസിസ്റ്റ് ചെയ്യുവാണ്. ആ സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്തു അപ്പർ പ്ലേറ്റിൽ ക്രാക്ക് ഉണ്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്ലീൻ ദ ഡെഞ്ചർ ആൻഡ് റിട്ടേൺ ദം ടു ദ ക്ലയൻറ്റ്സ് മൗത്ത്. Call the client's family, call the dentist and make an appointment, report the damage to the nurse in charge. ഇപ്പോൾ ഡെഞ്ചേഴ്സ്, അതായത് പല്ലില്ലാത്ത ഒരു ക്ലയൻറ്റിന് വേപ്പ് പല്ല് നമ്മൾ ക്ലീൻ ചെയ്യാൻ സഹായിക്കുമ്പോൾ ക്രാക്ക് ഉള്ളതായിട്ട് നമ്മൾ നോട്ട് ചെയ്താൽ നമ്മൾ എന്താണ് തിരിച്ച് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റിപ്പോർട്ട് ദ ഡാമേജ് ടു ദ നഴ്സ് ഇൻ ചാർജ്. ഡാമേജ് ഉണ്ടെന്ന്